നാളെ മറ്റേ ആ മണ്ട ടീമാണ് എങ്ങനെ ഫൈനൽ കയറി എന്തൊരു അതെന്തോ മോഡല് ബാറ്റും കൊണ്ട് കാണിക്കണം. എവിടെ പോണ മോഡല് ബാറ്റും കൊണ്ട് നാളത്തെ കളികൾ വന്ന് നോക്കി ഞങ്ങള് നാളത്തെ കളി ഒന്ന് കണ്ടിട്ട് പറഞ്ഞു. രാധവേ, ഇന്നലെ ഞാൻ അങ്ങോട്ട് നടന്നു പോയപ്പോ ആ തെക്കേക്കര പിള്ളേരുണ്ടല്ലോ, മണ്ടൻ പിള്ളേര്, അവന്മാർ എന്നെ കളിയാക്കിടാ. നമ്മളെ കളി തോക്കുമെന്നൊക്കെ അവന്മാര് പറഞ്ഞു. ഒരു വഴി പറഞ്ഞാടാ എനിക്ക്. അതേ എന്താടാ? ഓ മനസ്സിലായടാ. ഒന്ന് സ്റ്റമ്പിന്റെ മക്കത്തിൽ വെക്കണം. അപ്പൊ ഞാൻ എറിയുന്ന ഒരു വാളും ഇവന്മാര് അടിക്കൂല, ബൗണ്ടും ആവൂല. ഒന്ന് വിളിക്കും. രണ്ടാമത്തെ ബോൾ എറിയുന്നടുത്ത് എനിക്ക് 6 അടിക്കാം. ഞാൻ എറിയുന്ന വാർഡ് ബൗണ്ടറിയിൽ ലൈൻ്റെ അവിടെ വയ്ക്കാനുള്ള. അപ്പോൾ ഇത് ലൈൻ, ഈ ലൈൻ്റെ ഇവിടെ തെക്കേ മൂലയിലാണ് വയ്ക്കാനുള്ള. തെക്കേ മൂല ഇത് വലത് ഇടത്. അപ്പോൾ വലത് സ്ഥലത്ത് തെക്കേ മൂല, വലത് സൈഡ് തെക്കേ മൂല. ഇവിടെ തന്നെ മുട്ട കുത്തി. അപ്പോൾ ഇവന്മാർ അടിക്കുന്ന 6ഉം 4ഉം ഒന്നും ഇത് വിട്ട് വെളിയിലോട്ട് പോകില്ല. ഒരു 10 റൺസിൽ ഒതുക്കാം കളി, നമുക്ക് എടുക്കാം. ഈ മണ്ടന്മാര് കളി ഓടാ. എനിക്കൊന്ന് അവന്മാരെ എന്തെങ്കിലും ഉടായി കാണിച്ചു തന്നോടോ. കള്ളത്തിന് കാണിച്ചില്ലേ? നമ്മളെ കളി എങ്ങനെ ഉണ്ട്? മുട്ടത്തോടും തിരിക്കവറും നമ്മള് കണ്ടായിരുന്നു. മുട്ടത്തോടാ അവിടെ തോനെ മുട്ട വെച്ചതേ നമ്മളിവിടെ കണ്ടായിരുന്നു. ഓടാ, അത് മുട്ടത്തോടാ. അത് വേറെ കാക്ക കൊണ്ടിട്ടായിരിക്കും. മണ്ണിന്റെ അകത്ത് കൊണ്ടിരുന്നടാ. നമ്മളിങ്ങനെ 6 ഇങ്ങനെ പൊക്കിയല്ലേ അടിച്ചു നമ്മളെ കളി. ഞാൻ പറയുന്ന ചോദ്യം നീ പറയേ. കാക്ക എങ്ങനെ കുഴിച്ചിരുന്നത്? തിരിക്കവറ് നടുക്കതിന്റെ അതെന്താ കളി കണ്ടല്ലോ നിങ്ങള്? കളി ജയിച്ചല്ലോ. എന്നാൽ ഈ മുട്ടത്തോടും ഈ തിരിക്കവറും എങ്ങനെ വന്ന ഇവിടെ? ഈ അവിടെ ആരെങ്കിലും വന്ന് കത്തിച്ചായിരിക്കും തിരിക്കവറ്. അങ്ങനെ ആയിരിക്കും എങ്ങനെ ആവട്ടെ. നമ്മള് കളി ജയിച്ചല്ലോ. ഞാൻ ഭയങ്കര വാദപ്പല്ലേ നിങ്ങൾക്ക്? എന്തെങ്കിലും പറയല്ലേ? നമ്മളെ പറയണ കറക്റ്റ് ആണ്ട്രേ. നമ്മള് കളി ജയിച്ചാ? കളി എന്തിനാ കാണിച്ചിട്ടുണ്ടോ? നമ്മൾ എങ്ങനെ ആവട്ടെ, നമ്മള് കളി ജയിച്ചാ. മുട്ട വെച്ചതൊക്കെ നമ്മളവിടെ കിടക്കുന്നുണ്ട്.